നഗരം ചുറ്റിക്കണ്ട് നഗരക്കാഴ്ചകൾ ആസ്വദിക്കാൻ ആരംഭിച്ച ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസിന്റെ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ KSRTC. കഴിഞ്ഞ ദിവസം വരെ 100 രൂപയായിരുന്ന അപ്പർ ഡെക്കിലെ ടിക്കറ്റ് 200 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റ് റിസർവേഷന് ഓൺലൈൻ സംവിധാനം ആരംഭിച്ചതിനൊപ്പമാണ് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയുമാക്കിയത്. മാസങ്ങൾക്ക് മുൻപാണ് തലസ്ഥാന നഗരം ചുറ്റുന്ന നഗരക്കാഴ്ചകൾ സർവീസ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിൻ്റെതായി ആരംഭിച്ചിരിക്കുന്നത്. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, ഇപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ അശ്വിൻ ഡിയാഗോ കുറച്ച് ദിവസം മുൻപ് 100 രൂപയ്ക്ക് ഈ നഗരം കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ചിരുന്നു. ഇപ്പോൾ ഇത് 200 രൂപയാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ KSRTC ഇങ്ങനെ ഒരു ബസ്സിൻ്റെ യാത്ര ആളുകൾ ആസ്വദിച്ച് വരുമ്പോഴാണോ ഇങ്ങനെ ഈ ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടുന്നത്? വിനീത, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അശ്വിൻ 100 രൂപയ്ക്കാണ് ഈ മുകളിൽ യാത്ര ചെയ്തതെങ്കിൽ ഇത്തവണ അത് 200 ആയിരിക്കുന്നു. ഡബിൾ ഡെക്കറിൽ ഇപ്പോൾ ഡബിൾ ആയിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ ഇവർ പറയുന്നത് 2 മാസം മുമ്പായിരുന്നു ഈ ബസ് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ തന്നെ വലിയ രീതിയിൽ ജനപ്രിയം നേടി എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ആളുകളൊക്കെ തന്നെയും കൂടുതലായി എത്തിത്തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനവും ഒപ്പം തന്നെ ഈ 100 രൂപ എന്നുള്ളത് ഈ അപ്പർ ഡെക്കിലാണ് ഇപ്പോൾ 100 രൂപ 200 രൂപയായി ഉയർത്തിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 100 രൂപയിൽ തന്നെ തുടരും, മുകളിൽ 200 രൂപയിൽ തുടരും എന്നതാണ്. പക്ഷേ ഈ നേരത്തെ ഇപ്പോൾ അശ്വിൻ വന്നപ്പോൾ ഒരുപാട് പേരെ കണ്ടിരുന്നു നേരത്തെ. പക്ഷേ ചെറിയ തോതിലെങ്കിലും ആളുകളിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഇവരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അപ്പർ ഡെക്കറിൽ മുഴുവനായിട്ടും ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. ചില 1-2 സീറ്റുകൾ മാത്രമാണ് കുറവുള്ളത്. ചേച്ചി എവിടുന്ന് വരുവാ? കപ്പാറ. എങ്ങനെയുണ്ട് യാത്ര? യാത്ര കൊള്ളാം. ടിക്കറ്റ് നിരക്ക് വന്ന് കയറിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് 200. കുഞ്ഞിന് വരെ 200 ആണ്. 200 വലിയൊരു ബുദ്ധിമുട്ടായി. ഇവരെ ഈ കുടുംബമായിട്ട് വരുമ്പോഴൊക്കെ ഒരാൾക്ക് 200 എടുക്കണം, ഒരു 3-4 പേര് വരുമ്പോഴേക്കും അത് വലിയ തോതിലുള്ള ടിക്കറ്റ് നിരക്കായി മാറുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ബുദ്ധിമുട്ടും. ചേട്ടാ, യാത്രയൊക്കെ എങ്ങനെയുണ്ട്? സുഖം. ആദ്യമായിട്ട് കയറിയാണ് ഇവിടെ. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ വിചാരിച്ച് കയറിയതാണ്. തിരുവനന്തപുരത്തുകാരനാണോ? അല്ല, മലപ്പുറക്കാരനാണ്. മലപ്പുറത്ത് നിന്ന് വന്നാണ്. അപ്പോൾ ഈ വേറെ ആവശ്യത്തിന് വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റ് എടുത്ത് കയറിയതാണ് ഇതിനകത്ത്. ഈ യാത്ര ചെയ്യാൻ 200 ടിക്കറ്റ് നിരക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ല, എന്താണെന്ന് അറിയാൻ വേണ്ടി കയറിയതാണിത്. മലപ്പുറത്ത് നിന്ന് ഏതായാലും തലസ്ഥാനത്തെ കാഴ്ച കാണാൻ വന്നതാണ്. അതുകൊണ്ട് 200 ഒരു ബുദ്ധിമുട്ടല്ല എന്നുള്ളതാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? കണ്ണൂർ പറശ്ശിനിക്കടവ്. കണ്ണൂരിൽ നിന്നാണ്. എങ്ങനെയുണ്ട് യാത്ര? തലസ്ഥാനം നഗരങ്ങളെല്ലാം ചുറ്റി കണ്ട് സൂപ്പറാണ്. ടിക്കറ്റ് നിരക്ക് ബുദ്ധിമുട്ടുണ്ടോ? ടിക്കറ്റ് നിരക്കൊരു ബുദ്ധിമുട്ടുണ്ടോ? ഏതായാലും ചിലരെ ടിക്കറ്റ് നിരക്ക് ബാധിച്ചിട്ടുണ്ട്, മറ്റു ചിലർക്ക് അത് ബുദ്ധിമുട്ടില്ല. ഏതായാലും പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും മറ്റ് പല ജില്ലകളിലും എത്തുന്ന ഒരുപാട് പേര് ഇങ്ങനെ യാത്ര ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നതാണ്. എടാ, എവിടുന്ന് വരുവാ? മലപ്പുറം. എങ്ങനെയുണ്ട്? തലസ്ഥാന നഗരമൊക്കെ കണ്ടോ? സൂപ്പറാണോ? എവിടെയൊക്കെ കണ്ടു? ഇപ്പോൾ കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെയാണ് 200 രൂപയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫാമിലിയായൊക്കെ ഈ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർക്ക് അത് തീർച്ചയായും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്താണ് ഇപ്പോൾ KSRTC പറയുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഈ ആളുകളുടെ എണ്ണം കൂടിയത് തന്നെയാണോ പെട്ടെന്ന് നിരക്ക് ഉയർത്താനുള്ളൊരു കാരണം? തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSRTCയെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. കാരണം ഈ 100 രൂപയാക്കിയ സമയത്തും വലിയ തോതിൽ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ ഡബിൾ ഡെക്കർ ബസ്സിന് വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തിത്തുടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു ഓൺലൈൻ സർവീസ് സംവിധാനം ഏർപ്പെടുത്തുക, ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തുക എന്നത് നേരത്തെ കൊണ്ടുവന്നതാണ്. അതിന് പിന്നാലെയാണ് ആളുകൾ കൂടുന്നൊരു സാഹചര്യത്തിൽ ഈ 100 രൂപയിൽ നിന്ന് 200 രൂപയാക്കുക. 2 മണിക്കൂർ യാത്രയാണ്. തലസ്ഥാന നഗരത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കും ഇത് ചുറ്റി വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ 200 രൂപയ്ക്ക് അതൊരു നഷ്ടമല്ല എന്നൊരു ഇതിലേക്ക് തന്നെയാണ് KSRTC എത്തിയത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 200 രൂപ എന്നൊരു നിരക്കിലേക്ക് വന്നിട്ടുള്ളത് എന്നതാണ് KSRTC പറയുന്നത്. ഒപ്പം തന്നെ ചില വിലയിരുത്തൽ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ 100 രൂപ ആയപ്പോൾ മുകളിൽ ഒന്നാമത് വെക്കേഷൻ കാലമാണ്. അപ്പോൾ കൂടുതൽ പേരും കുടുംബമായൊക്കെ തന്നെയും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ 200 രൂപയായപ്പോൾ ചെറിയ തോതിലെങ്കിലും എത്തുന്ന യാത്രക്കാരിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും 200 രൂപയായെങ്കിലും യാത്ര ആസ്വദിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഏതായാലും 200 രൂപ മുടക്കി കാഴ്ച കണ്ടേക്കാം എന്നൊരു തോന്നൽ തന്നെയായിരിക്കും. അവർക്കൊപ്പം യാത്ര തുടരുക. ഏതായാലും 100 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ 200 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചിലർക്കൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ അതല്ലാത്തവരും ഉണ്ടാകും. ഫാമിലിയായി 5-6 പേരൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഈ നിരക്ക് വർധന ഇരട്ടി പൈസയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതൊരു ചെറിയ ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കുക. KSRTC ഒരു പുനഃപരിശോധന നടത്തുന്നത് നന്നാകും. കാരണം ഈ അവധിക്കാലത്തല്ലേ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ യാത്രകളൊക്കെ ആസ്വദിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ.